ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഗ്രീൻ ടീയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഗ്രീൻ ടീയുടെ ആരോഗ്യ ഗുണങ്ങളും അല്ലെങ്കിൽ ഗ്രീൻ ടീയുടെ ബെനിഫിറ്റ്സ്, എങ്ങനെയാണ് ഗ്രീൻ ടീ കുടിച്ചാൽ തടി കുറയുന്നത്, അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, സപ്പോർട്ട് ചെയ്തേക്കുക, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഗ്രീൻ ടീ എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനും അതുപോലെ തന്നെ നമ്മുടെ സൗന്ദര്യം സംരക്ഷിക്കാനും ഒരുപോലെ നമ്മളെ സഹായിക്കുന്ന ഒരു പാനീയം അല്ലെങ്കിൽ ഒരു ബിവറേജിനെയാണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത്. കാര്യം ഇതിനകത്ത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ബിവറേജാണ് അല്ലെങ്കിൽ ഒരു പാനീയമാണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത്. അതായത് ഇന്നത്തെ കാലത്തെ നമ്മുടെ ചിട്ടയില്ലാത്ത ജീവിതം അല്ലെങ്കിൽ ജീവിതക്രമങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ ഓരോരുത്തരും നേരിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതിൽ ഒരു പരിധി വരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പരിഹാരമാണ് ഒരു ഗ്രീൻ ടീ കുടിക്കുക എന്നുള്ളത്. അപ്പം പിന്നെ നമ്മുടെ മുഖത്തിനും നമ്മുടെ സ്കിന്നിനും അതുപോലെ മുടിക്കും ഒക്കെ വളരെ നല്ലതാണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത്. സാധാരണ ചായ, കാപ്പി എന്നൊക്കെ കാപ്പി, ചായ ഇവയ്ക്കാണ് നമ്മൾ കൂടുതലായിട്ടും കുടിക്കുന്നത്. അപ്പം ഇതിനെ ഒഴിവാക്കിയിട്ട് ഭക്ഷണത്തോടൊപ്പം ഗ്രീൻ ടീ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടിക്കിടക്കുന്ന കൊഴുപ്പിനെ ഇല്ലാതാക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷൻ പ്രോസസ്സ് ഈസി ആക്കാനായിട്ടും ഗ്രീൻ ടീ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു എനർജിയൊക്കെ നൽകാനും ഒക്കെ വളരെ നല്ലതാണ് ഗ്രീൻ ടീ കുടിക്കുന്നത്. പിന്നെ എന്താണ് ഗ്രീൻ ടീ ക്യാൻസർ അതുപോലെ ക്യാൻസറിനെ പ്രതിരോധിക്കാനായിട്ട് അങ്ങനെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളാണ് ഗ്രീൻ ടീക്ക് ഉള്ളത്. ഇനി എന്താണ് നമ്മുടെ ശരീരത്തിലെ ഈ ക്യാൻസർ ഉണ്ടാകാനായിട്ട് സഹായിക്കുന്ന സെൽസിനെ ഇല്ലാതാക്കാനായിട്ടുള്ള ഒരു കഴിവ് ഗ്രീൻ ടീക്ക് ഉണ്ട്. അങ്ങനെ പല അലർജി അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾക്കും, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കും തലച്ചോറിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ വളരെ നല്ലതാണ് ഈ ഗ്രീൻ ടീ കുടിക്കുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഗ്രീൻ ടീ നമുക്ക് സഹായിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഞാൻ പറയാം. സാധാരണ നമ്മൾ ചായ, കാപ്പി മലയാളികൾ അല്ലെങ്കിൽ നമ്മളെല്ലാവരും ചായ, കാപ്പി എന്നീ രണ്ട് കാര്യങ്ങൾക്ക് അഡിക്റ്റഡ് ആണ് അല്ലേ. അപ്പം ചായയും കാപ്പിയും കുടിക്കുമ്പോഴത്തേക്കിനും നമുക്ക് ഒരു ചായയിലും കാപ്പിയിലും അടങ്ങിയിരിക്കുന്ന കഫൈൻ്റെ അളവെന്ന് പറയുന്നത് ഏകദേശം 100 തൊട്ട് 200% അല്ലെങ്കിൽ 200 യൂണിറ്റ്സ് വരെയാണെന്നാണ് പറയുന്നത്. പക്ഷേ അതേ സംബന്ധിച്ച് നോക്കുമ്പം ഈ കഫൈൻ്റെ അളവെന്ന് പറയുന്നത് ഗ്രീൻ ടീയിൽ ഏകദേശം 20 തൊട്ട് 30 യൂണിറ്റ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ചായയേക്കാളും കാപ്പിനേക്കാളും നല്ലത് ഗ്രീൻ ടീ ആണെന്നും ഗ്രീൻ ടീ തടി കുറയ്ക്കാനായിട്ടും സഹായിക്കുന്നതെന്ന് പറയുന്നത്. ഗ്രീൻ ടീയുടെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നതാണ് ഗ്രീൻ ടീയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ ഇല്ലാതാക്കാനും തടി കുറയ്ക്കാനായിട്ടും സഹായിക്കുന്നു. ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗന്ദര്യമായ, അതായത് പ്രായം പെട്ടെന്ന് ചർമ്മ സംരക്ഷണത്തിന് അതുപോലെ പ്രായം തോന്നിക്കാതിരിക്കാനും പ്രായം കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത്. അപ്പം ഈ ഗ്രീൻ ടീ എന്ന് പറയുന്നത് സാധാരണമായിട്ടും നമ്മുടെ ഫർദർ ഒരുപാട് പ്രോസസ്സിങ്ങിലേക്ക് എന്താണ് ഈ ഗ്രീൻ ടീയുടെ ഇതുപോലെ, അതായത് നമ്മുടെ തേയില ചെടികളിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടാണ് ഗ്രീൻ ടീ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവയിൽ ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും, റിച്ച് ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് ആയിരിക്കും ഇവയിലുള്ളത്. അപ്പം ഏറ്റവും കൂടുതൽ എക്സസൈസ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ വർക്കൗട്ട്സ് ചെയ്യുന്നവരാണെങ്കിൽ വർക്കൗട്ട്സിന് മുമ്പ് നിങ്ങൾ ഗ്രീൻ ടീ കുടിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏകദേശം ഒരു 10 തൊട്ട് ഒരു 15 തൊട്ട് ഒരു 20% വരെ എക്സ്ട്രാ ഫാറ്റ് ബേൺ ചെയ്യാനായിട്ട് ഈ ഒരു ഗ്രീൻ ടീ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് കുടിക്കുകയാണെങ്കിൽ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ വർക്കൗട്ട്സ് ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിന് മുമ്പ് ഗ്രീൻ ടീ കുടിച്ചിട്ട് വർക്കൗട്ട്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ്സ് ആയിരിക്കും ഉള്ളത്. പിന്നെ ഇത് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ ഇല്ലാതാക്കാനായിട്ടാണ് ഗ്രീൻ ടീ സഹായിക്കുന്നത്. അതായത് ആൻറ്റി ഓക്സിഡൻസ് വഴി നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ഫാറ്റ്സിനെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. ഇനി ഈ ഗ്രീൻ ടീ എന്ന് പറഞ്ഞാൽ തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഫർദർ പ്രോസസ്സിങ്ങിലേക്കിട്ട് ഒന്നും അത് പോകുന്നില്ല. ഡയറക്റ്റ്ലി നമ്മൾ ഈ തേയിലയുടെ ഇലയാണ് നമ്മൾ ഗ്രീൻ ടീ ആയിട്ട് കുടിക്കുന്നത്. അപ്പം പിന്നെ ഈ ഗ്രീൻ ടീ കുടിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗ്രീൻ ടീ എങ്ങനെയാണ് കുടിക്കുന്നത്? പഞ്ചസാര ആഡ് ചെയ്യാനേ പാടില്ല. ചെറുതായിട്ട് വെള്ളം ഒന്ന് ചൂടാക്കുക, അതിലേക്ക് ഗ്രീൻ ടീയുടെ ബാഗ് ഇട്ടിട്ട് 2-3 മിനിറ്റ് ഒരു 10 to 15 seconds ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ശേഷം കുടിക്കാം. അതല്ലാതെ നമ്മൾ സാധാരണ ചായ കുടിക്കുന്ന പോലെ തൈലിട്ട് തിളപ്പിച്ചൊന്നുമല്ല ഗ്രീൻ ടീ കുടിക്കുന്നത്. ഇനി ഗ്രീൻ ടീ എപ്പം കുടിക്കാം എന്നുള്ളൊരു ചോദ്യത്തിനാണ്. അതായത് നിങ്ങൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ്, അതായത് 1 മണിക്കൂർ മുമ്പ്, അല്ലെങ്കിൽ ആഹാരത്തിന് ശേഷം 1 മണിക്കൂർ, ആഹാരത്തിന് 1 മണിക്കൂറിന് ശേഷമോ ആഹാരത്തിന് 1 മണിക്കൂർ മുമ്പോ നിങ്ങൾക്ക് ഗ്രീൻ ടീ കുടിക്കാവുന്നതാണ്. എപ്പോഴും ഗ്രീൻ ടീ കുടിക്കുമ്പോൾ നിങ്ങൾ ചെറു ചൂടോടെ വേണം ഗ്രീൻ ടീ കുടിക്കാനായിട്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും
കിഡ്നി സംബന്ധമായ രോഗങ്ങൾ അല്ലെങ്കിൽ ലിവർ പ്രോബ്ലംസ്, കിഡ്നി സ്റ്റോൺസ്, അതല്ലെങ്കിൽ ഫീഡ് ചെയ്യുന്നവരാണ്, പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരാണെങ്കിൽ ഒന്നും നിങ്ങൾ ഗ്രീൻ ടീ കുടിക്കാനായിട്ട് പാടില്ല. ഒരു 8 മാസം, കുഞ്ഞിന് ഒരു 8 മാസമൊക്കെ ശേഷം, അതായത് കുഞ്ഞുങ്ങളുണ്ടായി 8 മാസത്തിന് ശേഷമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ ടീ കുടിക്കാവുന്നതാണ്. പിന്നെ ഗ്രീൻ ടീ കഴിവതും വെറും വയറ്റിൽ കുടിക്കാതിരിക്കുക. കാര്യം ആസിഡിറ്റി ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുടിക്കാതിരിക്കുക. പിന്നെ നിങ്ങളോട് പറയാനൊരു കാര്യം എന്ന് പറഞ്ഞാൽ വർക്കൗട്ട് ചെയ്യുന്നവർ, ഞാൻ പറഞ്ഞല്ലോ വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനു മുമ്പ് ഗ്രീൻ ടീ കുടിക്കാവുന്നതാണ്. പിന്നെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് നമുക്ക് ഗ്രീൻ ടീയുടെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് തടി കുറയ്ക്കാനായിട്ടും സാധിക്കുന്നു. പിന്നെ നമ്മുടെ കഫൈൻ്റെ അളവ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ചായയും കാപ്പിയും കുടിക്കുമ്പം കിട്ടുന്ന അത്രയും ഒരു ഇത് നമുക്ക് കിട്ടുന്നില്ല. ചായ കാപ്പിയൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെ ചീത്തയാണ് ഒരുപാട് കുടിക്കുന്നത്. നമ്മളിൽ മിക്കവരും 3, 4, 5 കാപ്പിയും ചായയൊക്കെ കുടിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ നമുക്ക് ഗ്രീൻ ടീ കൊണ്ട് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഗ്രീൻ ടീയുടെ കുറച്ച് ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ തടി കുറയ്ക്കാൻ എങ്ങനെയാണ് ഗ്രീൻ ടീ സഹായിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ചൂസ് ചെയ്യുമ്പം ഏതെങ്കിലും നല്ല ബ്രാൻഡ് ആയിട്ടുള്ള ഗ്രീൻ ടീ കുടിക്കാനായിട്ട് ശ്രമിക്കാം. ഞാൻ ഒരിക്കലും ഒരു ബ്രാൻഡും പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നല്ല ബ്രാൻഡ് കുടിക്കാം. അപ്പോൾ അതാണ് ഗ്രീൻ ടീനെ പറ്റി പറയാനായിട്ടുള്ളത്. അപ്പോൾ വെയിറ്റ് കുറയ്ക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഡയറ്റിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഗ്രീൻ ടീ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും മറ്റും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ വൺസ് നിങ്ങളത് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ അതുമായിട്ട് യോജിച്ച് പൊക്കോളും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഗ്രീൻ ടീ ഉൾപ്പെടുത്തുക, ഡയറ്റിൽ ഗ്രീൻ ടീ ഉൾപ്പെടുത്തുക. തടി കുറയ്ക്കാനായിട്ട് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒരു പാനീയം തന്നെയാണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണെന്ന് തോന്നും. അപ്പം റിക്വസ്റ്റഡ് വീഡിയോ ആണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ പെട്ടെന്നായിട്ട് ചെയ്തത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും വലിച്ചു നീട്ടി പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.